സംസ്ഥാന ബജറ്റ് ഇന്ന് അവതരിപ്പിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചും വയനാട് പുനരധിവാസത്തിന് ഊന്നൽ നൽകിയും ജനക്ഷേമ ബജറ്റ് അവതരിപ്പിക്കാനാകും ധനമന്ത്രിയുടെ ശ്രമം. വരുമാന വർധനവ് ലക്ഷ്യമിട്ട് സേവനങ്ങൾക്കുള്ള ഫീസും പിഴയും കൂട്ടിയേക്കും. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പരിഗണിക്കാത്തതിനാൽ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് സംസ്ഥാന ബജറ്റിൽ ഊന്നലുണ്ടാകും. സർക്കാർ ജീവനക്കാരുടെ ആവശ്യങ്ങളും പരിഗണിക്കും എന്നാണ് വിവരം. ബിരിൽ ലീല സബോണ്ട്. ബിരിൽ, ഗുഡ് മോർണിംഗ്. ഏറെ പ്രതീക്ഷയോടെയാണ് കേരളം ഇന്ന് ധനമന്ത്രിയുടെ ബജറ്റിലേക്ക് കണ്ണുനട്ടിരിക്കുന്നത്. കാരണം ഒരുപാട് പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷനിൽ ഒരു വർധനവുണ്ടാകുമെന്നൊക്കെ ഒരു സൂചനകളൊക്കെ പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ വയനാട് പുനരധിവാസത്തിന് സമ്പൂർണ്ണ പാക്കേജ് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി പ്രതീക്ഷകളോടെ നമ്മൾ വീണ്ടും ഒരു ബജറ്റ് ദിനത്തിലാണ്. എന്തൊക്കെയാണ് ബിനിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്? സേതു, തീർച്ചയായിട്ടും ഗുഡ് മോർണിംഗ്. വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ധനമന്ത്രി പ്രതികരിച്ചപ്പോഴൊക്കെ അതിന്റെ സൂചനകൾ തന്നെ നൽകിയതുമാണ്. പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിവരം. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ക്ഷേമ പെൻഷനിലെ വർധനവ് തന്നെയാണ്. അത് 100 രൂപ മുതൽ 200 രൂപ വരെ വർദ്ധിപ്പിച്ചേക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. എന്തായാലും അതുണ്ടാകും. നേരത്തെ വലിയ വിമർശനം സർക്കാർ അതിൽ കേട്ടതാണ്. കാരണം 1600 രൂപയാക്കി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു, അത് കൃത്യമായി നൽകി വന്നതാണ്. പക്ഷേ അതിൽ കുടിശ്ശിക പിന്നീട് ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ ആ കുടിശ്ശിക തീർക്കാൻ സർക്കാർ ശ്രമിച്ചതാണ്. നിലവിൽ എന്തായാലും കുടിശ്ശികയുണ്ട്. ആ കുടിശ്ശിക വേഗത്തിൽ തീർക്കാനുള്ള ശ്രമമായിരിക്കും ഉണ്ടാവുക എന്ന് ധനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിലൊരു വർധനവ് ഏകദേശം പറയുന്നത് ഒരു 100-200 രൂപ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു 150 രൂപ വർദ്ധിപ്പിച്ച് 1750 എത്തിക്കാനുള്ള ഒരു നീക്കവും ബജറ്റിൽ എന്തായാലും ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന സൂചന. നിലവിൽ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിന് കാര്യമായ പ്രഖ്യാപനം ഉണ്ടായിരുന്നില്ല. അതിൽ വലിയ പ്രതിഷേധം കേരളം രേഖപ്പെടുത്തിയതാണ്. ഈ നിലവിൽ എന്തായാലും വയനാട് ഉൾപ്പെടെ വലിയ പ്രതീക്ഷ കേരളത്തിനുണ്ടായിരുന്നു. വയനാട്ടിന് പ്രത്യേക പാക്കേജ് വേണം, 2000 കോടിയുടെ പാക്കേജ് വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. മാത്രമല്ല വിഴിഞ്ഞം സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയാണ്. പക്ഷേ അതിന്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അത് വായ്പയായി കേന്ദ്രം കണക്കാക്കിയിരുന്നു. അതായത് തിരിച്ചടക്കേണ്ട തുകയായി കണക്കാക്കിയിരുന്നു. അത് ഒരു സഹായമായി അല്ലെങ്കിൽ നൽകുന്ന തുകയാണ്. പക്ഷെ അത് വായ്പയായി നൽകുകയും ചെയ്തു. അതിൽ കേരളം ആവശ്യം ഉന്നയിച്ചത്. പക്ഷേ അതിലും ഒരു പരിഗണന ഉണ്ടായില്ല. മറ്റൊന്ന് ഈ വന്യജീവി ആക്രമണമാണ്. സമീപകാലത്ത് സർക്കാർ ഏറ്റവും വിമർശനം കേട്ട ഒന്നാണ് വന്യജീവി ആക്രമണം. അതിനും 2000 കോടിയുടെ പ്രത്യേക പദ്ധതി പ്ലാൻ തുക ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇവയൊന്നും കേന്ദ്രം പരിഗണിച്ചില്ല. അതിൽ വലിയ പ്രതിഷേധം സംസ്ഥാനം രേഖപ്പെടുത്തിയതുമാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ കേന്ദ്രം അവഗണിച്ച ഇത്തരം പദ്ധതികൾ കൃത്യമായി തന്നെ സംസ്ഥാനം ഈ ബജറ്റിൽ അതിനുള്ള പ്രഖ്യാപനങ്ങൾ തുക വകയിരുത്തൽ ഉണ്ടാകുമെന്നാണ് വിവരം. എന്തായാലും നിലവിൽ സംസ്ഥാനം പറയുന്നത് കേന്ദ്രം നൽകുന്ന ഫണ്ട് സംസ്ഥാനത്തുള്ള വിഹിതം വെട്ടിക്കുറിച്ചിട്ടുണ്ട്. കൃത്യമായുള്ള വിഹിതം നൽകുന്നില്ല, GST കോമ്പൻസേഷൻ നൽകുന്നില്ല. അതോടൊപ്പം തന്നെ കടമെടുപ്പ് പരിധിയും കാര്യമായി കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാനത്തെ ഞെരുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കേന്ദ്രത്തിന്റെ നിലപാടുകൾ മാറുന്നു. അതുകൊണ്ട് ഈ സ്വന്തം വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാനത്തിന്റെ നീക്കം. അത് കഴിഞ്ഞ വർഷം കേന്ദ്രം അനുകൂല നിലപാടെടുക്കുകയും പ്ലാൻ ബി ഉണ്ടെന്നായിരുന്നു ധനമന്ത്രി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ അത് പ്ലാൻ ബി നടപ്പിലാക്കിയെന്നും പറഞ്ഞു. അത് സാമ്പത്തിക പറയുന്നത് ഈ പദ്ധതി വിഹിതം വെട്ടിക്കുറിച്ചുള്ളതാണ് ഇത്തരത്തിൽ ഈ പ്ലാൻ ബി ആയി കണക്കാക്കിയതെന്നാണ്. പക്ഷേ ഇത്തവണ ഈ പദ്ധതി വിഹിതത്തിൽ വെട്ടിക്കുറവുണ്ടാകില്ല, അത് 10% വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് ധനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. നിലവിൽ എന്തായാലും 9 മണിയോട് കൂടിയാകും ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുക. ഇപ്പോൾ ധനമന്ത്രിയുടെ വീട്ടിലാണ് നമ്മളുള്ളത്. ഏകദേശം 8 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സേതു, അതുപോലെ തന്നെ മറ്റൊരു കാര്യം ബിനിൽ, ഈ പ്രഖ്യാപിത ഇടതു നയത്തിൽ നിന്ന് മാറിക്കൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ, ഈ കിഫ്ബി ടോൾ പിരിവടക്കം ഈ ബജറ്റിൽ ഉണ്ടാകും എന്ന് കരുതപ്പെടുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരെണ്ണം, വ്യവസായം തുടങ്ങാനുള്ള സാങ്കേതിക നൂലാമാലകളെല്ലാം തന്നെ മാറ്റുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ പ്രതീക്ഷിക്കാമെന്ന് ധനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ കൂടി നമുക്ക് പ്രതീക്ഷിച്ചുകൂടെ? തീർച്ചയായിട്ടും ഈ വികസനത്തിന് പ്രത്യയശാസ്ത്രം ഒരു തടസ്സമല്ല എന്നൊരു നിലപാടിലേക്ക് ഇടതുപക്ഷം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പദ്ധതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ടോൾ എന്തായാലും ബജറ്റിൽ ഉണ്ടാകാൻ ഇടയില്ല. കാരണം അതിന്റെ ചർച്ചകളും മറ്റുമൊക്കെ പുരോഗമിക്കുന്നതേ ഉള്ളൂ. എന്തായാലും അത് ഒരു ഇടത് നയത്തിന്റെ വിരുദ്ധമായിട്ടാണ് പ്രതിപക്ഷം അടക്കം ചൂണ്ടിക്കാണിച്ചത്. കാരണം കിഫ്ബി വഴി തുടങ്ങുന്ന പദ്ധതികൾ ഈ നേരത്തെ സംസ്ഥാനത്ത് ഈ ടോൾ പിരിവിനെതിരെ വലിയ സമരം ചെയ്തതാണ് CPM അല്ലെങ്കിൽ ഇടതുപക്ഷം. അപ്പോൾ CPM ഭരിക്കുമ്പോൾ തന്നെ ആ ടോൾ വീണ്ടും വരിക എന്ന് പറയുന്നത് അത്
പ്രത്യയശാസ്ത്രത്തിന് അല്ലെങ്കിൽ അവരുടെ തീരുമാനത്തിനോ എതിരാണ് എന്നാണ് ഒരു വിമർശനം ഉയർന്നു വന്നത്. എന്തായാലും നിലവിൽ സർക്കാർ അതിനെ പ്രതിരോധിക്കുന്നത് ഇത്തരം വരുമാനമില്ലാത്തതിനാൽ ഈ കടമെടുപ്പ് പരിധിയിലേക്ക്, കേന്ദ്രത്തിന്റെ കടമെടുപ്പ് പരിധിയിലേക്ക് ഈ കിഫ്ബി പദ്ധതികൾ വരുന്നില്ല. അത് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിലേക്ക് വരുന്നു. പക്ഷേ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയ ഒരു ബാധ്യതയായി മാറിയിട്ടുണ്ട്. ഒരു റവന്യൂ ലഭിക്കുന്ന അല്ലെങ്കിൽ വരുമാനം ലഭിക്കുന്ന ഒരു പദ്ധതിയാക്കി മാറ്റുക എന്നുള്ളതാണ് സർക്കാരിന്റെ തീരുമാനം. എന്തായാലും അതിനെ അവർ ന്യായീകരിക്കുന്നത് വലിയ ദേശീയപാതയുടെ അത്രത്തോളം ഒരു ടോൾ നിരക്ക് അതിലേക്ക് വരില്ല. ഇപ്പോൾ 10 കൊല്ലം കൊണ്ട് പിരിച്ചെടുക്കുന്നതാണെങ്കിൽ നിലവിൽ സംസ്ഥാനം ആലോചിക്കുന്ന അങ്ങനെയല്ല. ഒരു 75 വർഷത്തേക്ക് പിരിച്ചെടുക്കുക, അങ്ങനെയെങ്കിൽ ചെറിയ തുകയായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ അത് സാധാരണക്കാർക്ക് വലിയ ബാധ്യതയാകില്ല എന്നാണ് ഈ ടോളിനെ സംബന്ധിച്ച് സർക്കാർ ന്യായീകരിക്കുന്നത്. എന്തായാലും അത്തരം പദ്ധതികളും ഉയർന്നു വന്നേക്കും. ഇനി സർക്കാരിന്റെ കാലാവധി എന്ന് പറയുന്നത് 1 വർഷമാണ്. അതുകൊണ്ട് തന്നെ 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാവുന്ന പദ്ധതികളും ഉണ്ടാകും എന്നാണ് ലഭ്യമാകുന്ന സൂചന. എന്തായാലും മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് വയനാടാണ്. സമാനതയില്ലാത്ത ദുരന്തം നേരിട്ട വയനാടിന് എന്ത് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. നേരത്തെ 2000 കോടി കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്രം ഇതൊരു അതിതീവ്ര ദുരന്തമായി കണക്കാക്കുകയും ചെയ്തതാണ്. പക്ഷേ ബജറ്റിൽ ഒരു പ്രഖ്യാപനമോ ഒരു പരാമർശമോ ഇത്തരത്തിൽ ഈ വയനാടിനെ സംബന്ധിച്ച് ഉണ്ടായില്ല. അതിൽ ധനമന്ത്രി തന്നെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയതുമാണ്. എന്തായാലും വയനാടിന് കൃത്യമായ ഒരു പദ്ധതി ഉണ്ട് എന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത്. അത് നേരത്തെ ഈ ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ വ്യക്തമാക്കിയതുമാണ്. നിലവിൽ എന്തായാലും ബജറ്റിൽ എന്താണ് വയനാടിനെ വകയിരുത്തുക എന്നുള്ളതാണ് ഉറ്റുനോക്കുന്ന ചോദ്യം. മറ്റൊന്ന് കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടത് ഈ പ്രവാസികൾക്കുള്ള ക്ഷേമ പദ്ധതികളാണ്. സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളിൽ ഒന്നാണ് ഈ പ്രവാസികൾ. അവർക്ക് പ്രത്യേക സഹായം, തിരിച്ചു വരുന്ന ആളുകൾക്ക് പരിഗണന ഉൾപ്പെടെ പ്രത്യേക സഹായം കേന്ദ്രത്തിന് ആവശ്യപ്പെട്ടു. പക്ഷേ അതും നൽകിയില്ല. അതുകൊണ്ട് തന്നെ പ്രവാസികൾക്കും കൃത്യമായി തന്നെ ഇതിൽ പദ്ധതി ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന സൂചന. നിലവിൽ പറഞ്ഞതുപോലെ സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് വിവിധ സേവനങ്ങൾക്കുള്ള തുകയും അതോടൊപ്പം തന്നെ പിഴയും അത് വർദ്ധിപ്പിച്ച് കൃത്യമായ വരുമാനം ഉണ്ടാക്കുക എന്ന രീതിയിലേക്കാണ് സർക്കാർ ഈ ബജറ്റിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. മറ്റൊന്ന്, സർക്കാർ ജീവനക്കാർ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയ ഒന്നാണ് ഈ ശമ്പള വർധനവ്. അത് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ മുഖ്യമന്ത്രി അടക്കം പല വേദികളിലും പറഞ്ഞതാണ് ഈ DA കുടിശ്ശിക അടക്കം നൽകും, ശമ്പള പെൻഷൻ കൃത്യമായി നടപ്പാക്കും. പക്ഷേ അത് നടപ്പാക്കിയിട്ടില്ല. മറ്റൊന്ന് ഈ പങ്കാളിത്ത പെൻഷനാണ്. അത് ഒഴിവാക്കും എന്നുള്ളത് നേരത്തെ പറയുന്നതുമാണ്, കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചതുമാണ്. പക്ഷേ അതിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. എന്തായാലും ഈ ബജറ്റിൽ അതുണ്ടാകും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സേതു. ഓക്കെ ബിനിൽ, ഒട്ടേറെ ക്ഷേമ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സംസ്ഥാന ബജറ്റ് ഇന്ന് രാവിലെ 9 മണിക്ക് മന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കും. പ്രതീക്ഷകളേറെയാണ് കേരളത്തിന്. വിവരങ്ങൾ നൽകുകയായിരുന്നു ബിനിൽ ലീല സാബു.